ഓക്കെ, ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്തവരെ റീഡിങ്. നിങ്ങളുടെ ലൈഫിൽ ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ നടക്കാൻ പോകുന്നത് നിങ്ങളുടെ മാത്രം ചോയ്സ് ആണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ ആരെ മാരേജ് ചെയ്താലും അത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങളുടെ ഇഷ്ടപ്രകാരം മാത്രം മാരേജ് ചെയ്യുക എന്നാണ് കാണിക്കുന്നത്. അല്ലാതെ മറ്റൊരാളുടെ ഇൻഫ്ലുവൻസിൽ നിങ്ങൾ കയറി മാരേജ് ചെയ്യാൻ പാടുള്ളതല്ല, അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ മാരേജ് ചെയ്യാൻ പാടുള്ളതല്ല എന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. നിങ്ങളുടെ മാത്രം ചോയ്സാണ്, നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ് എന്നാണ് കാണിക്കുന്നത്. സോ നിങ്ങളുടെ ഡിസിഷന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തിട്ട് റീഡിങ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് ഒരു അറേഞ്ച്ഡ് മാരേജ് ആണെന്നാണ് കാണിക്കുന്നത്. റീസെൻ്റ്ലി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എൻഡിങ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ. സോ ഒരു എൻഡിങ് സംഭവിച്ചോടെ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. അതൊരു ലൈഫിൻ്റെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു പുതിയൊരു തുടക്കം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നതാണ്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു എൻഡിങ്ങിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് മൂവ് ഓൺ ചെയ്യുക. നിങ്ങൾക്ക് പാസ്റ്റിലോട്ട് വീണ്ടും പോകാനൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. സോ ആ ഒരു പാസ്റ്റിനെ കംപ്ലീറ്റ്ലി വിടുക, ആ ഒരു പേഴ്സണെ നിങ്ങൾ കംപ്ലീറ്റ്ലി മറക്കുക. നിങ്ങൾക്ക് ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കും സംഭവിക്കാൻ വരുന്നത്, ഒരു ന്യൂ പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. ഓക്കെ, തേർഡ് കാർഡ് ചൂസ് ചെയ്തിട്ട് റീഡിങ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഡെഫിനറ്റ്ലി ഒരു ലവ് മാരേജ് തന്നെ ആയിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു വ്യക്തിയെ തന്നെ ആയിരിക്കും. നിങ്ങളൊരു വിഷ് കം ട്രൂ ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്ക് വളരെ നല്ല സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഹാപ്പി ഫാമിലിയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്കിടയിൽ ചിലപ്പം ഏജ് ഗ്യാപ്പ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഒരുപാട് ഏജ് ഗ്യാപ്പ് ഇല്ലെങ്കിൽ പോലും വളരെ കുറച്ചായിട്ടെങ്കിലും ഒരു ഏജ് ഗ്യാപ്പ് ഒക്കെ കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾ എന്തായാലും ആഗ്രഹിച്ച ഒരു നല്ലൊരു ഫാമിലി നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് തേർഡ് കാർഡ് ചൂസ് ചെയ്തവരുടെ.